الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, പാവപ്പെട്ട ഞങ്ങൾക്ക് നീ അഫ്വ് ചെയ്യണേ അല്ലാഹ്. പാവപ്പെട്ട ഞങ്ങൾക്ക് നിന്റെ പരിശുദ്ധമായ കഅബ ശരീഫിലെത്താൻ, ഒരുപാട് ഉംറകളും ഹജ്ജുകൾ നിർവഹിക്കാൻ, മദീനത്ത് ഹബീബായ മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യാൻ സാധുക്കളായ നമുക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിയയുടെ അവസാന ഭാഗമാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ചർച്ച ചെയ്തതാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം, നിശ്ചയമായിട്ടും അസ്തമിക്കുന്ന നക്ഷത്രങ്ങൾ അസ്തമിക്കുന്ന സ്ഥാനങ്ങളും അല്ലെ, അതിന്റെ സ്ഥാനങ്ങളെ സത്യം പിടിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വഇന്നഹു ലഖസമുൻ ലൗ തഅലമൂൻ, ആ സത്യം അത് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ അറിയുകയാണെങ്കിൽ അത് വലിയൊരു സത്യമാണ്. അതിന്റെ ചർച്ചകളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നഹു ലഖുർആനും കരീം, ഈ പറഞ്ഞതൊന്നും എന്തല്ല കെട്ടുകഥയല്ല, ആരോ എഴുതി വെച്ച കഥയല്ല. ഇന്നഹു, ഈ പറഞ്ഞെല്ലാം ലഖുർആനും കരീം, ബഹുമാനമാക്കപ്പെട്ട കരീമായ കോടാനക്കോടിക്കണക്കിന് ആളുകളുടെ വായിൽ പാരായണം ചെയ്യുന്ന, കോടാനക്കോടിക്കണക്കിന് കിതാബിൽ എഴുതിവെച്ച കോടാനക്കോടിക്കണക്കിന് ജനങ്ങൾ കേൾക്കുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ പറഞ്ഞതെല്ലാം ഖുർആനാണ്. ഫീ കിതാബിൻ മക്നൂൻ, ആ പരിശുദ്ധമായ ഖുർആൻ കിതാബിനെ ഭദ്രമായിട്ട് അല്ലാഹു തആല ഒരു ഗ്രന്ഥമായിട്ട് മുദ്ര വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഈ പരിശുദ്ധമായ ഖുർആൻ ശുദ്ധിയില്ലാതെ തൊടാൻ പാടില്ല. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ തൊടണമെങ്കിൽ അതിനേക്ക് എന്ത് വേണം? വുളൂഉ വേണം, ശുദ്ധി വേണം. ഒരുപാട് വ്യാഖ്യാനങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഈ പരിശുദ്ധമായ ഖുർആൻ വുളൂ ഇല്ലാതെ, ശുദ്ധിയില്ലാതെ ഒരാളും തൊടാൻ പാടില്ല. കാരണം തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ലോകത്തിനെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹു ഇറങ്ങിയ കലാമാണ്. ആരോ കെട്ടി ഉണ്ടാക്കിയ കഥയല്ല ഇത്. ലോകത്തിനെ തന്നെ നിയന്ത്രിക്കുന്ന അള്ളാഹുവിന്റെ വക്കനടി ഇറങ്ങിയ കലാമാണ് പരിശുദ്ധമായ ഖുർആൻ. ഈ ഖുർആൻ വുളൂ ഇല്ലാതെ തൊടാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഖുർആൻ, ഈ പരിശുദ്ധമായ ഖുർആൻ അത് ശുദ്ധിയുള്ള കയ്യാകുന്ന മലായിക്കങ്ങളെ കയ്യായിരുന്നു അത് സ്പർശിച്ചത്. അത് ലൗഹുൽ മഹ്ഫൂദിലും അത് ഭദ്രമായി സൂക്ഷിച്ചത് ആരാണ്? അതാ വുളൂ ഉള്ള, ശുദ്ധിയുള്ള മലായിക്കൾക്കുള്ള കൈകളിലായിരുന്നു ഈ ഖുർആൻ. ഒരിക്കലും തെറ്റ് ചെയ്ത, കുറ്റം ചെയ്ത അവരെ കയ്യാൽ വന്നതല്ല. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ മലക്കുകളെ മുഖേന അള്ളാഹുവിന്റെ റസൂലേക്ക് എത്തിയ ഗ്രന്ഥമാണ്. അതുകൊണ്ട് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ശുദ്ധിയില്ലാതെ ഖുർആൻ സ്പർശിച്ചു പോകരുത്, തൊട്ടുപോകരുത്. ഞങ്ങളെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആൾക്കാർ മെൻസസ് ആയെങ്കിലും വുളൂ ഇല്ലെങ്കിലും ഖുർആൻ തൊടാം എന്ന് പറയുന്നവരുണ്ട്. ഒരിക്കലും അവരെ ക്ലാസ്സിൽ കേൾക്കാനോ അവരെ സ്കൂളിലേക്ക് ഞങ്ങളെ മക്കളെ അയക്കാനോ പാടില്ല. ചില മക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉസ്താദ് മെൻസസ് ആയെങ്കിലും ഖുർആൻ നിങ്ങൾ തൊന്തരയില്ല ചെന്നിട്ട് സ്കൂളിൽ തൊഴിൽപ്പാട്ടുകാറുണ്ട്. അങ്ങനത്തെ സ്കൂളുകളെ മക്കളെ കറുത്തു കൂട്ടിയതാണ്. പരിശുദ്ധമായ ഖുർആനാണ് പറയുന്നത് ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഈ ഖുർആൻ തൊടണമെങ്കിൽ ശുദ്ധി വേണം. ഇമാമിങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലാ യജൂസു ലിമുഹ്ദസിൻ ബിൽ ഹദസിൽ അസ്ഗരി, ഒരാൾക്ക് ചെറിയ അശുദ്ധിയായാൽ, അതായത് വുളൂ ഇല്ലാണ്ടായാൽ
അവന്റെ മേലെ ഹറാമാണ്, ജായിസല്ല. ഖുർആൻ തൊടാൻ പാടില്ല വുളു ഇല്ലാത്തവർക്ക്. പിന്നല്ലേ മെൻസസായവരും ജനാപത്തുകാരനും ഖുർആൻ തൊടുന്നത്. അതേ സമയത്ത് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു, ഒരാൾ വലിയ അശുദ്ധിയായാൽ, ജനാപത്തായാൽ, അല്ലെങ്കിൽ ഒരു പെണ്ണിന് മെൻസസായി പോയാൽ, ശുദ്ധി ഇല്ലാത്ത സമയത്ത് ഖുർആൻ തൊടാനും പാടില്ല, ഖുർആൻ ഓതാനും പാടില്ല. കാരണം അത് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, അതിലേക്ക് ബഹുമാനമുണ്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ് എൻ്റെ ഔത്തടക്കം നോക്കിന്നെങ്കിൽ ഖുർആന്റെ മേലെ എന്തെല്ലാം മൊബൈലും, ഖുർആന്റെ മേലെ വേറുള്ള ഇത് ഡയറി ബുക്കും വേറെ എന്തെല്ലാം വെച്ചിട്ട് ഇന്നൊരു അവസ്ഥ. അങ്ങനെ ആയി പോകരുത്. അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആൻ വളരെ വളരെ ബഹുമാനമുള്ളതാണ്. അതിനെ ബഹുമാനിക്കണം, ആദരിക്കണം. അത് ഒരിക്കലും എന്താക്കരുത്, കൈകളുടെ ശുദ്ധിയില്ലാതെ ഒരിക്കലും തൊട്ടുപോകരുതെന്ന് ആ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം തൻസീലും മിർ റബ്ബിൽ ആലമീൻ, അത് ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്ന് ഇറങ്ങിയ ഗ്രന്ഥമാണ്. എന്നിട്ട് മക്ക ഖുറൈശികളോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഈ ഖുർആൻ ഇത്രയും പറഞ്ഞിട്ട്, കാരണം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്കൂളിൽ പഠിച്ച ആളല്ല. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും സ്കൂളിൽ പോയിട്ടില്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന ഖുർആൻ മുഖേനയാണ് അള്ളാഹു തആല മുത്തനബിക്ക് ഇൽമു എത്തിച്ചു കൊടുത്തത്. ആ മുഹമ്മദ് നബി സ്കൂളിൽ പോയിട്ട് എഴുതി ഉണ്ടാക്കിയതല്ല. എന്നിട്ട് അള്ളാഹു തആല ചോദിക്കുന്നു, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഇത്രല്ലാം റബ്ബിന്റെ വക്ക് നിറങ്ങിയ ഈ ഖുർആൻ കൊണ്ട് നിങ്ങളെ കളവാക്കുകയാണോ? നിങ്ങൾ ഈ ഖുർആനെ നിങ്ങൾ തരം താഴ്ത്തുകയാണോ, നിസ്സാരമാക്കുകയാണോ? അഫബിഹാദൽ ഹദീസി, ഇത്രയെല്ലാം ഖുർആനെ ബഹുമാനം പറഞ്ഞ, ഇത്രയെല്ലാം ഈ ബഹുമാനമുള്ള ഖുർആനെ കൊണ്ട് സ്ഥിരപ്പെട്ട ഈ വിഷയത്തെ, ഈ ഖിയാമത്ത് നാളിനെയും അതേപോലെ മരിച്ചതിന് ശേഷം ജീവിതമുണ്ട് എന്ന വിഷയത്തിന് അന്തും മുദ്ഹിനൂൻ, നിങ്ങൾ നിസ്സാരമായി കാണുകയാണോ? നിങ്ങൾ എന്തേ അതിലേക്ക് ഗൗരവം കൊടുക്കുന്നില്ല? ആ വിഷയത്തിനെ കുറിച്ച് എന്തേ ചിന്തിക്കുന്നില്ല? വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. ഓ സത്യനിഷേധികളെ, മക്ക കാഫിറുകളെ വിളിച്ചുകൊണ്ട് പറയുന്നത്, ഓ സത്യനിഷേധികളെ, നിങ്ങളുടെ ജീവിതം മുഴുവനും അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ടും മുത്തുനബിനെ കൊണ്ടും കളവാക്കുന്ന ജീവിതമാണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും നിങ്ങൾ വിശ്വസിക്കൂല. അതേ സമയത്ത് ഇവിടെ മനസ്സിലാക്കാനുള്ളത്, അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ, ഈ ഹദീസ് കൊണ്ട് ഈ ഖുർആൻ നിങ്ങൾ നിസ്സാരമാക്കുകയാണോ? അതേ സമയത്ത് ഒരു കൂട്ടം സ്വഹാബാക്കള് ഖുർആൻ എന്ത് പറഞ്ഞോ അവിടെ തന്നെ അവർ നിന്ന് പോകും. അതിൻ്റെ അപ്പുറം ഒരു ഹെജ്ജ പോലും അവർ മുന്നോട്ട് വെക്കൂല. ഖുർആൻ എന്താണോ പറഞ്ഞത്, മുത്തുനബിന്റെ ഹദീസ് എന്താണോ പറഞ്ഞത്, അത് സ്വീകരിച്ച് നടന്ന മഹാന്മാരാണ് സ്വഹാബാക്കള്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ഭരണാധികാരിയായിട്ട്, അമീറായിട്ട് ബഹുമാനപ്പെട്ടവർ അതാ തൻ്റെ പ്രജകളെ കാര്യം, തൻ്റെ അനുയായികളെ കാര്യം ചിന്തിക്കാൻ വേണ്ടി മദീനത്ത് നടന്നു പോവുകയാണ്. അമീറായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ ആ നാട്ടിൽ നടന്നു പോവുകയാണ്. രാത്രി സമയം അല്ലെങ്കിൽ പകൽ എപ്പോഴാവട്ടെ, ആ നടന്നു പോകുമ്പോൾ ഒരു വീട്ടിന് ഒരാൾ കള്ളും കുടിച്ചുകൊണ്ട് പാട്ടും പാടുകയാണ്. കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കോറുണ്ട് ഒരാൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒന്ന് കേട്ടു, എന്താണ് നോക്കുമ്പോ ഒരു മുസ്ലിമായ ഒരു ഔത്തിന്റെ ഒഴുക, ഒരാളിങ്ങനെ പാട്ട് പാടുന്നു, ലെവലില്ല പാടുന്ന പാട്ടിനേക്ക്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
ആ വീട്ടിലേക്ക് കടന്നുപോയി. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ മുന്നിൽ എത്തിയപ്പോൾ ചോദിച്ചു, അമാ തഖാഫ് അല്ലാഹ റബ്ബൽ ആലമീൻ. എന്റെ അവസ്ഥ എന്ത്? റബ്ബുൽ ആലമായ അള്ളാഹുവിനെ പേടിക്കുന്നില്ലേ? നീ ലെവലില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ടല്ലേ? ഒന്നും മിണ്ടാനില്ല, അയാൾക്ക് ഒന്നും പറയാനില്ല. കാരണം അമീറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ തീരുമാനമല്ലാത്ത തീരുമാനമാണ്. അയാൾ ഒന്ന് സൈലന്റ് ആയിട്ട് അയാൾ ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ ഒരു തെറ്റാണ് ചെയ്തത്, ഞാൻ ഒരു തപ്പ് സൊറാക്കിയത്, നിങ്ങൾ 3 തപ്പ് സൊറാക്കിയാറിപ്പ. ഞാൻ ഒരു തപ്പ് സൊറാക്കി കറക്റ്റിലാണ് ഇങ്ങനെ കള്ളും കുടിച്ചിട്ട് ഇങ്ങനെ ഒരു ലെവലില്ലാതെ പാട്ട് പാടിക്കൊണ്ടുള്ള. അതേ സമയത്ത് നിങ്ങൾ 3 തപ്പാക്കിയാറ്. റളിയല്ലാഹു ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, നാനാക്കിയ 3 തപ്പ് എന്തിനു ചൊല്ലു? നാനാക്കിയ 3 തപ്പുണ്ടല്ലേ, ആ തപ്പ് എന്തിനെ എന്നൊക്കെ ചൊന്നുത്താൻ ചെന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു. അയാൾ ചൊന്തു, പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? എന്തിനുണ്ട്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസൂ വതുസല്ലിമൂ അലാ അഹ്ലിഹാ. ഓ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, വേറെ ഒരാൾ ഔത്തുകൂ, നിങ്ങളല്ലാത്ത വേറെ ഒരു ഔത്ത് കടക്കണമെങ്കിൽ പെർമിഷൻ കേൾക്കണം, സമ്മതം കേൾക്കണം. വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ ഔത്രംഗിൽ സലാം ചൊല്ലിട്ട് കടക്കണു. നിങ്ങൾ എൻ്റെ സമ്മതം ഇല്ലാണ്ടായിട്ടിട്ട് എൻ്റെ ഔത്ത് കടന്നു, അതൊരു തപ്പായിട്ട്. ഉമർ ഇബ്നുൽ ഖത്താബ്, കാരണം അയാൾക്ക് വേറെ ഇതില്ല. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ മിണ്ടാണ്ടിരുന്നു. രണ്ടാമത് ചോദിച്ചു, അല്ല ചെറുപ്പക്കാരാ, രണ്ടാമത്തെ ഏതാണ്? അയാൾ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅ്ളൽ ളന്നി ഇസ്ം. ഒരാളുടെ രഹസ്യം, ഒരാളുടെ പരസ്യമല്ല, ഒരാളുടെ രഹസ്യം അന്വേഷിച്ച് നടക്കാൻ പാടില്ല എന്നല്ല ഖുർആൻ പറഞ്ഞത്. ഒരാളെ രഹസ്യത്തിൽ ഇങ്ങനെ അവനോട് പോയാ ഇതാക്കിയ അങ്ങനത്തെ ഒരു സംശയം, ആരോപണ ആക്കോ തീരാല ചൊന്നത്. രഹസ്യം അന്വേഷിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ലല്ലോ. ഖുർആൻ പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅ്ളൽ ളന്നി ഇസ്ം. ഒരാളെ കുറിച്ച് വേണ്ടാത്തത് വിചാരിച്ചു പോകരുത്. ഒരാളെ രഹസ്യ വിഷയം അന്വേഷിച്ചിട്ട് ചിക്കിക്കുത്തി എന്നൊക്കെ പറയരുത്. ഖുർആൻ പിന്നീട് പറയുന്നു, വലാ തജസ്സസു എന്നല്ല പറഞ്ഞത്. ഒരാളെ രഹസ്യ വിഷയങ്ങൾ ചിക്കിക്കുത്തി അന്വേഷിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഇത് എൻ്റെ രഹസ്യം അന്വേഷിച്ചല്ലേ വന്നത്. റളിയല്ലാഹു മിണ്ടാണ്ടായിപ്പോയി. മൂന്നാമത് റളിയല്ലാഹു ചോദിച്ചല്ല ബാലക്കാറാ, മൂന്നാമത്തെ തപ്പിനാണ് എന്താക്കിയോ? അപ്പോഴാണ് പറഞ്ഞത്, ബിഅൻ തഅതുൽ ബുയൂത മിൻ ളുഹൂരിഹാ വലാകിന്നൽ ബിർറ മൻ ഇത്തഖാ വഅതുൽ ബുയൂത മിൻ അബ്വാബിഹാ. ഏത് ഔത്ര ഉൾഗ പറഞ്ഞെങ്കിലും അതാ മെയിൻ ഡോറിന്റെ കൂടി എന്താ ഉൾഗ പോകണോ? നിങ്ങൾ പിറവത്രല്ലേ ഔത്ര ഉൾഗ വന്നോ? കാരണം പാതിരാത്രിയാണ്, അല്ലെങ്കിൽ അമീറുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹു അനുയായികളുമുണ്ട്. ഈ ലെവലില്ലാതെ എന്തോ പാടുമ്പോ ആ നേരക്ക് നേരെ കടന്നു പോയതല്ല, ഇത് നിങ്ങൾ ചെയ്ത മൂന്നാമത്തെ തെറ്റാണ്. അപ്പോഴാണ് ഖുർആനിന്റെ മുമ്പിന് ഉമർ റളിയല്ലാഹുവിനൊന്നും പറയാനില്ല. ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഹൽ ഇൻദക മിൻ സബീൽ, എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള വഴി ഏതെങ്കിലും ഉണ്ടോ? പിന്നെ അയാളെ കുറിച്ച്, അയാൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഒന്നും മിണ്ടിയില്ല. ഉമർ റളിയല്ലാഹു ഈ 3 തെറ്റും ഖുർആൻ കൊണ്ട് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു ഇവിടെ നിന്ന് പോയി ചോദിച്ചു, എനിക്കൊന്ന് രക്ഷപ്പെടാനുള്ള തീർവ് ഏതെങ്കിലും ഉണ്ടാ? നിന്റെ മുന്നിൽ ഞാൻ പെട്ടുപോയി, നക്കൊന്ന് രക്ഷപ്പെടാനുള്ള തീർവ് ഉണ്ടാ ചോദിട്ട് ഉമർ റളിയല്ലാഹു കരഞ്ഞു. അതുകൊണ്ട് ഖുർആൻ പറയുന്നത്, അഫബിഹാദൽ ഹദീസി
അൻതും മുദ്ഹിനൂൻ വതജ്അലൂന റിസ്ഖക്കും അന്നകും തുകദ്ദിബൂൻ. നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളെ ഉപജീവനം ഈ കളവയെ പറയൽ, വേറൊന്നുമില്ല. ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഖുർആൻ ആദരിക്കണം, ഖുർആൻ ഓതണം, അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കണം. ഏകദേശം മാഷാ അല്ലാഹ് ഒരു 10-12 ആയത്ത് ഇനി ബാക്കിയുണ്ട്. ഞാൻ വിചാരിച്ചത് ഏതായാലും ഹജ്ജിന് മുന്നെന്താ തീർക്കണം ചെല്ലിട്ട്, അതിനിടയ്ക്ക് ഞാനും ഹജ്ജിന് പോകാൻ വേണ്ടി അതുവരെ നിയത്തി വെച്ചിരുന്നു. എല്ലാം കൂടി എങ്ങനെ ആയപ്പോൾ എന്തായി, അതൊരു ഇതില്ലാത്ത പോലെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ളതിന് ഹജ്ജിൻ്റെ ശേഷമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇപ്പം ഞാൻ നാട്ടിലേക്ക് പോകും. വന്നിട്ട് ഇൻഷാ അല്ലാഹ് പരിശുദ്ധമായ ദുൽഹിജ്ജിനെ കുറിച്ച്, ആ 10 ദിവസത്തിനെ കുറിച്ച് നമുക്ക് എന്താക്കണം, കഴിഞ്ഞ കൊല്ലം പഠിച്ചതുപോലെ ഒന്നും കൂടി ഓർമ്മയാക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നല്ലൊരു നിലക്ക് ഏകദേശം 80 ആയത്തിനെക്കാട്ടി മേലെയായി. 10-12 ആയത്ത് മാത്രം ബാക്കിയുള്ളൂ. കുറച്ചും മുന്നേ കേട്ട വിഷയം, അബൂവല്ലി കേട്ട വിഷയമുള്ളൂ. അള്ളാഹു ഇതെല്ലാം ആഖിറത്തിൽ നമുക്ക് ഉപകരിക്കുന്ന